വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 154 പേരെ കാണാതായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിക്കുകളോടെ 88 പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. എല്ലാ മൃതദേഹവും കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരും. DNA പരിശോധന സ്വകാര്യ ലാബുകളിൽ ചെയ്യാനാകുമോ എന്നും പരിശോധിക്കും. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്യാൻ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ വയനാട് കളക്ടർക്ക് നിർദ്ദേശം നൽകി. സൈന്യത്തിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ 224 വയനാട്ടിൽ നിന്നും 24, നിലമ്പൂരിൽ നിന്നും 157, അങ്ങനെ 181 ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്യുന്നതിന് കൂടുതൽ സ്ഥലം ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 154 പേരെ കാണാതായി എന്നാണ് കണക്ക്. 88 പേർ ഇപ്പോഴും ആശുപത്രികളിലാണ്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന നടത്തി ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ്. പുതിയ ക്രിമിനൽ നിയമസംഹിതയുടെ വെളിച്ചത്തിൽ DNA പരിശോധന സ്വകാര്യ ലാബുകളിലും ചെയ്യാനാകുമോ എന്നത് പരിശോധിക്കുന്നതാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തന്നെയാകും ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലരും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പിന്റെ ഭാഗമായി വെള്ളാർമല സ്കൂൾ അതേ രീതിയിൽ പുനർനിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സർട്ടിഫിക്കറ്റുകളുടെ വീണ്ടെടുപ്പ് സുഗമമാക്കുന്നതിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആലോചിക്കുന്നു. വയനാട്ടിലെ ദുരന്തം കേരളം വരുത്തിവെച്ചതാണെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര ജനതയെ അനധികൃത കുടിയേറ്റക്കാരായി ചിത്രീകരിക്കാനാണ് ശ്രമം. പ്രസ്താവനയിലൂടെ ദുരന്ത ബാധിതരെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നൽകാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് കേരള സർക്കാരിനെതിരെ ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ളവരെ അണിനിരത്താനുള്ള ഈ ശ്രമമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മാധ്യമ വാർത്തകൾ ശരിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരെ ദ്രോഹിക്കാനാണ് ഈ പരിപാടി? അതിനല്ലേ സാധാരണ ഈ പെയ്ഡ് ലേഖന പരിപാടി എന്നൊക്കെ പറയുക. അത് ആസൂത്രണം ചെയ്യുന്നത് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ലെന്ന് ചിലർ കുപ്രചാരണം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് ദുരിതാശ്വാസ നിധി നിയന്ത്രിക്കുന്നത്. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് പണം ചെലവഴിക്കുന്നത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. കൂടാതെ CAGയുടെ ഓഡിറ്റുമുണ്ട്. ഇതുവരെ ഒരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത്. നാടിതുവരെ സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഈ ദുരന്തമുഖത്തും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം ചില തീർത്തും പ്രതിലോമപരമായി നടത്തപ്പെടുകയാണ്. പ്രതീഷുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, ഇന്ന് ഒട്ടേറെ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് സർക്കാരിന്റെ തീരുമാനം അറിയിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ പ്രതീഷ്? ഉന്മേഷ, നേരത്തെ തന്നെ മുഖ്യമന്ത്രി വയനാട് ദുരന്ത ബാധിതർക്ക് ആശ്വാസമായി ഒരു സമഗ്രമായ പുനരധിവാസ പദ്ധതി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ പദ്ധതി ലോകോത്തര നിലവാരത്തിൽ നടപ്പാക്കുമെന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വ്യക്തമാക്കിയത്. അത് വയനാട് ടൗൺഷിപ്പ് തന്നെയാണ്. നേരത്തെ ഈ ടൗൺഷിപ്പ് വയനാട്ടിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞ് നേരത്തെയും പല പലരും വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് നൽകിയ വിശദീകരണം സർക്കാരിൻ്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ
തന്നെയായിരിക്കും വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നതാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ഒപ്പം ഈ പുനരധിവാസ പദ്ധതി നടപ്പാക്കുമ്പോൾ അത് ലോകോത്തര നിലവാരത്തിലായിരിക്കുമെന്നും വീടുകൾ നിർമ്മിക്കുന്നതിന് വിദഗ്ധരായ ആർക്കിടെക്ടർമാരുടെ സഹായം ഉൾപ്പെടെ ചേർന്നുകൊണ്ടായിരിക്കും ആ പുനരധിവാസ പദ്ധതി നടപ്പാക്കുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ പുനരധിവാസം ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ വെള്ളാർമല സ്കൂള് നിലവിലുള്ള അതേ രീതിയിൽ തന്നെ പുനർനിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ന് ഔദ്യോഗികമായി മുഖ്യമന്ത്രി പറഞ്ഞത് 224 മരണമാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി 154 പേരെ ദുരന്ത മേഖലയിൽ നിന്നും കണ്ടെത്താനുണ്ട്. 181 മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. എങ്കിലും ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇനിയും വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത്. സേനാംഗങ്ങളും പോലീസും വനംവകുപ്പിന്റെയും സംഘങ്ങളാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഒപ്പം സന്നദ്ധ പ്രവർത്തകരായ നിരവധി പേരും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. പക്ഷേ അതേസമയം ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ അത് കൃത്യമായി നിയന്ത്രിക്കണമെന്നൊരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ദുരിത മേഖലയിലുള്ളവർക്ക് കൃത്യമായ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അത് ഈ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടെടുക്കുന്നതിന് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും, റേഷൻ വിതരണം, അത്തരത്തിലുള്ള നടപടികളുമായും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ശരി, MG പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.